സഹോദരങ്ങളായ ബി.ജെ.പി. പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ആർമി ഉദ്യോഗസ്ഥനും മറ്റൊരു പ്രതിക്കും 19 വർഷം തടവും 57,000 രൂപ പിഴയും വിധിച്ച് കോടതി. ഈ സൈനികൻ ദീർഘകാലമായി തന്നെ ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നതും. അതുപോലെ സഹോദരങ്ങളായ ബി.ജെ.പി. നേതാക്കളെ വധിക്കാൻ ശ്രമിക്കുകയും വെട്ടി പരിക്കേൽക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഈ കേസിലാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. CPM-ന്റെ കൊടും ക്രിമിനലായ ഛത്തീസ്ഗഡിൽ ജോലി ചെയ്തിരുന്ന ആർമി ഉദ്യോഗസ്ഥനായ കുറുക്കൻ എന്നറിയപ്പെടുന്ന രാഹുൽ, കേസിലെ മറ്റൊരു പ്രതി ഷെനിൽ എന്നിവരെയാണ് കോടതി ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത്. സഹോദരനോടൊപ്പം ജോലി സ്ഥലത്ത് നിന്ന് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ബി.ജെ.പി. കണ്ണൂർ ചേമ്പിലോട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ബൈക്കിലും മറ്റുമായി എത്തിയ CPM പ്രവർത്തകർ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ 10 CPM പ്രവർത്തകരെ വിവിധ വകുപ്പുകൾ പ്രകാരം 19 വർഷം തടവിനും 57,000 രൂപ വീതം പിഴയടയ്ക്കുവാനും കോടതി ശിക്ഷിച്ചിരുന്നു. തലശ്ശേരി 3-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് റൂബി കെ ജോസ് മുൻപാകെ പരിഗണിച്ചു വന്ന കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് കെ രൂപേഷ്, പി പ്രേംരാജ് എന്നിവർ ഹാജരായത്. ഈ കേസിൽ വിചാരണയ്ക്ക് ഹാജരാകാത്ത ഇരുവർക്കും കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം ഇവർ കോടതിയിൽ ഹാജരാവുകയാണ് ഉണ്ടായത്. തുടർന്നാണ് ശിക്ഷ വിധിക്കുന്നത്. ആർമി ഉദ്യോഗസ്ഥനായ രാഹുൽ നിരവധി കേസുകളിലെ പ്രതി കൂടിയാണ്. 2015 ഫെബ്രുവരി 25 രാവിലെ 8:30 മണിയോടെ തന്നെ ഇരുവേരി അതുപോലെ മുതുക്കുറ്റി എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. ബി.ജെ.പി. പ്രവർത്തകനായ CP രഞ്ജിത്തിനെയാണ് ഇവർ മാരക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടെത്തിയ CPM പ്രവർത്തകർ ബി.ജെ.പി. നേതാവിനെ വധിക്കാൻ ശ്രമിച്ചതും. തലയ്ക്ക് സാരമായി പരിക്കേറ്റ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയായിരുന്നു മരണം സംഭവിച്ചതും. അതുപോലെ തന്നെ സഹോദരൻ CP രജീഷിന്റെ കൂടെ തന്നെ KL 58 B291 എന്ന ബൈക്കിൽ യാത്ര പോകുമ്പോഴായിരുന്നു സംഭവം നടക്കുന്നത്. ചക്കരക്കൽ പോലീസ് ചാർജ് ചെയ്ത കേസിൽ പിന്നീടാണ് കോടതി വിധി വരുന്നതും. അതുപോലെ മുതുക്കുറ്റിയിലെ മത്തി പാറമേൽ ബിനു, ചേമ്പിലോട്ടെ M ലിജിൻ, അലവിലെ ചാലയിൽ പറമ്പത്ത് വിജിൽ, പൊതുവാഞ്ചേരിയിലെ കുനിമേൽ സുധി, K മിഥുൻ, മൗവഞ്ചേരിയിലെ M ഷിനോജ്, പിടിച്ചാൽ സായൂജ്, പടിക്കലക്കണ്ടി ഹാഷിം, ഇരുവേരിക്കരയിലെ ഷെനിൽ, കുളങ്ങര സുബിൻ, രാഹുൽ, റിനീഷ്, പറമ്പത്ത് വിജേഷ് എന്നിവരാണ് പ്രതികൾ. ഇവർ 1-ാം പ്രതി പാറമേൽ ബിനു കേസ് വിചാരണ സമയത്ത് ഹാജരായിരുന്നില്ല. പ്രതിയുടെ പേരിലുണ്ടായ കേസുകൾ പിന്നീട് പരിഗണിച്ച് ഇതേ കോടതി തീർപ്പ് കൽപ്പിക്കും എന്നാണ്. അതുപോലെ പഞ്ചമയിൽ CP രജീഷ്, വിപിൻ K, ദീപ്തി, ഷാജി, DK രമ, ഡോക്ടർ ശിവകുമാർ, പോലീസ് ഓഫീസർമാരായ രവീന്ദ്രൻ, ദീപക്, ഷാജി, പ്രതീഷ്, TV, കുഞ്ഞിരാമൻ, സുരേഷ് ബാബു തുടങ്ങിയവരായിരുന്നു പ്രോസിക്യൂഷൻ സാക്ഷികൾ. ആക്രമണത്തിൽ പരിക്കേറ്റ് രഞ്ജിത്ത് സഞ്ചരിച്ച ബൈക്കും അടിച്ചു തകർക്കപ്പെട്ട നിലയിലായിരുന്നുവെന്നും പരാതികൾ ഉയർന്നു വന്നിരുന്നു. പഞ്ചമിയിൽ CP രജീഷ്, വിപിൻ K, ദീപ്തി, ഷാജി, DK രമ, ഡോക്ടർ ശിവകുമാർ, പോലീസ് ഓഫീസർമാരായ രവീന്ദ്രൻ, ദീപക്, ഷാജി, പ്രതീഷ്, TV, കുഞ്ഞിരാമൻ, സുരേഷ് ബാബു തുടങ്ങിയവരാണ് പ്രോസിക്യൂഷൻ സാക്ഷികൾ. ആക്രമണത്തിൽ പരിക്കേറ്റ രഞ്ജിത്ത് സഞ്ചരിച്ച ബൈക്കും അടിച്ചു തകർത്തതുമായിട്ടാണ് പരാതി വന്നതും. പിഴസഖ്യം പരിക്കേറ്റ ബി.ജെ.പി. പ്രവർത്തകന് തന്നെ നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.